ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുത്താനുള്ള വഴികൾ. പാർട്ട് 2, ചാപ്റ്റർ 1. ഇത് ചെയ്യുക, നിങ്ങൾ എവിടെയും സ്വാഗതം ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ എങ്ങനെ നേടാമെന്നറിയാൻ ഈ പുസ്തകം വായിക്കുന്നത്? ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃത്തുക്കളെ നേടിയവരുടെ ടെക്നിക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? അതാരാണ്? ചിലപ്പോൾ നാളെ തെരുവിൽ നിങ്ങൾക്ക് അവനെ കണ്ടുമുട്ടാം. നിങ്ങൾ അവന്റെ 10 അടി അകലത്തിലെത്തുമ്പോൾ അവൻ വാലാട്ടുവാൻ തുടങ്ങും. നിങ്ങൾ അവനെ തടഞ്ഞു നിർത്തി തലോടിയാൽ അവൻ നിങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് കാണിക്കാൻ അവൻ അവന്റെ വ്യഗ്രത കാണിക്കും. അവന്റെ ഈ സ്നേഹപ്രകടനത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളൊന്നുമില്ല എന്നും, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് വിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ലെന്നും, നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും നിങ്ങൾക്കറിയാം. ഉപജീവനത്തിനായി ജോലി ചെയ്യേണ്ടതില്ലാത്ത ഒരേയൊരു മൃഗം നായയാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോഴി മുട്ടയിടണം, പശുവിന് പാല് കൊടുക്കണം, കാനറി പക്ഷി പാടണം. എന്നാൽ ഒരു നായ നിങ്ങൾക്ക് സ്നേഹമല്ലാതെ മറ്റൊന്നും നൽകാതെയാണ് ഉപജീവനം നടത്തുന്നത്. എനിക്ക് 6 വയസ്സ് തികഞ്ഞപ്പോൾ അച്ഛൻ 50 സെന്റ് നൽകി മഞ്ഞ മുടിയുള്ള ഒരു നായ്ക്കുട്ടിയെ വാങ്ങി. അവൻ എന്റെ ബാല്യത്തിന്റെ വെളിച്ചവും സന്തോഷവുമായിരുന്നു. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 4:30 അവൻ തന്റെ മനോഹരമായ കണ്ണുകളോടെ പാതയിലേക്ക് ഉറ്റുനോക്കി മുൻവശത്തെ മുറ്റത്തിരിക്കും. എന്റെ ശബ്ദം കേട്ട ഉടനെ, അല്ലെങ്കിൽ ഞാൻ ബഗ് ബ്രഷിലൂടെ എന്റെ അത്താഴപാത്രം വീശുന്നത് കണ്ടയുടനെ അവനൊരു വെടിയേറ്റതുപോലെ ഓടി കുന്നിൻ മുകളിലേക്ക് കയറി സന്തോഷത്തോടെയും പൂർണ്ണമായ ആഹ്ലാദത്തോടെയും എന്നെ സ്വാഗതം ചെയ്യുന്നു. 5 വർഷം ടിപ്പി എന്റെ സന്തത സഹചാരിയായിരുന്നു. എന്നാൽ ആ ദുരന്തരാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല. അവൻ എന്റെ അടുത്ത് നിന്ന് 10 അടിക്കുള്ളിൽ കൊല്ലപ്പെട്ടു. മിന്നലേറ്റ് മരിച്ചു. ടിപ്പിയുടെ മരണം എന്റെ ബാല്യകാലത്തിലെ ദുരന്ത ഓർമ്മയാണ്. ടിപ്പി മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ദൈവിക ബോധം കൊണ്ട് നിനക്കത് അറിയാമായിരിക്കാം. 2 വർഷം കൊണ്ട് മറ്റാളുകൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിലും നന്നായി മറ്റാളുകളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വെറും 2 മാസം കൊണ്ട് കൂടുതൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ കഴിയും. ഞാനത് ആവർത്തിക്കട്ടെ. 2 വർഷം കൊണ്ട് മറ്റാളുകൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിലും നന്നായി മറ്റാളുകളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ വെറും 2 മാസം കൊണ്ട് കഴിയും. എന്നിട്ടും മറ്റുള്ളവരിൽ താല്പര്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന തെറ്റ് ജീവിതത്തിൽ ആവർത്തിക്കുന്ന ആളുകളെ നിങ്ങൾക്കും എനിക്കും അറിയാം. തീർച്ചയായും അത് ശരിയാവില്ല. ആളുകൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടാവില്ല. അവർക്ക് എന്നോടും താല്പര്യമില്ല. മുഴുവൻ സമയവും അവർക്ക് അവരോട് തന്നെയാണ് താല്പര്യം. ന്യൂയോർക്ക് ടെലിഫോൺ കമ്പനി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതെന്ന് കണ്ടെത്താൻ ടെലിഫോൺ സംഭാഷണങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി. നിങ്ങൾ ഊഹിച്ചത് തന്നെ. അത് ഞാൻ എന്ന വ്യക്തിഗത സർവനാമമാണ്. ഞാൻ 500 ടെലിഫോൺ സംഭാഷണങ്ങളിൽ ഇത് 3900 തവണ ഉപയോഗിച്ചു. ഞാൻ. നിങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ കാണുമ്പോൾ ആരുടെ ചിത്രമാണ് നിങ്ങൾ ആദ്യം നോക്കുന്നത്? ആളുകളെ ആകർഷിക്കാനും ആളുകളിൽ നിന്ന് താല്പര്യം നേടാനും ശ്രമിക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആത്മാർത്ഥവും യഥാർത്ഥവുമായ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. യഥാർത്ഥ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല. നെപ്പോളിയൻ അത് പരീക്ഷിച്ചു. ജോസഫൈനുമായുള്ള അവസാന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു, ജോസഫൈൻ, ഈ ലോകത്തിലുണ്ടായിരുന്ന ഏതൊരു മനുഷ്യനേക്കാളും ഞാൻ ഭാഗ്യവാനായിരുന്നു. എന്നിട്ടും ഈ അവസാന മണിക്കൂറിൽ എനിക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേയൊരു വ്യക്തി നീയാണ്. ചരിത്രകാരന്മാർ അവളെപ്പോലും ആശ്രയിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കുന്നു. വിയന്നയിലെ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് അഡ്ലർ വാട്ട് ലൈഫ് ഷുഡ് മീൻ ടു യു എന്ന തലക്കെട്ടിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, സഹജീവികളിൽ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ പരിക്കേൽപ്പിക്കുന്നതും. അത്തരം വ്യക്തികളിൽ നിന്നാണ് എല്ലാ മനുഷ്യ പരാജയങ്ങളും മുള പൊട്ടുന്നത്. നിങ്ങൾ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള അനേകം വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ വായിച്ചാലും നിങ്ങൾക്കും എനിക്കും കൂടുതൽ പ്രാധാന്യമുള്ളൊരു പ്രസ്താവന കാണാതെ തന്നെ വന്നേക്കാം. അഡ്ലറുടെ പ്രസ്താവന അർത്ഥം കൊണ്ട് സമ്പന്നമാണ്. ഞാനത് ആവർത്തിക്കാൻ പോകുന്നു. സഹമനുഷ്യരോട് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതും മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ പരിക്കേൽപ്പിക്കുന്നതും. അത്തരം വ്യക്തികളിൽ നിന്നാണ് മനുഷ്യന്റെ എല്ലാ പരാജയങ്ങളും മുള പൊട്ടുന്നത്. ഒരിക്കൽ ഞാൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ചെറുകഥാരചനയിൽ ഒരു കോഴ്സ് പഠിച്ചു.
ആ കോഴ്സിനിടെ ഒരു പ്രമുഖ മാസികയുടെ എഡിറ്റർ ഞങ്ങളുടെ ക്ലാസ്സുമായി സംസാരിച്ചു. എല്ലാ ദിവസവും തന്റെ മേശയിൽ ഒഴുകിയെത്തുന്ന ഡസൻ കണക്കിന് കഥകളിൽ ഏതെങ്കിലും ഒന്ന് തനിക്കെടുക്കാമെന്നും കുറച്ച് ഖണ്ഡികകൾ വായിച്ചതിനു ശേഷം എഴുത്തുകാരന് ആളുകളെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തനിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രചയിതാവ് ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, അവൻ പറഞ്ഞു, ആളുകൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ കഥകളും ഇഷ്ടപ്പെടില്ല. ഈ കാർക്കശ്യക്കാരനായ എഡിറ്റർ ഫിക്ഷൻ രചനയെക്കുറിച്ചുള്ള തന്റെ പ്രസംഗത്തിനിടയിൽ 2 തവണ നിർത്തി. ഒരു പ്രസംഗം നടത്തിയതിന് ക്ഷമാപണം നടത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗകൻ നിങ്ങളോട് പറയുന്ന അതേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഓർക്കുക, നിങ്ങളൊരു വിജയിക്കുന്ന കഥാകാരനാകണമെങ്കിൽ ആളുകളിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടായിരിക്കണം. ഫിക്ഷൻ എഴുതുന്നതിൽ ഇത് ശരിയാണെങ്കിൽ ആളുകളുമായി മുഖാമുഖം ഇടപെടുന്നതിലും ഇത് ശരിയാണെന്ന് നിങ്ങൾക്കുറപ്പിക്കാം. ബ്രോഡ്വേയിൽ അവസാനമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹോവാർഡ് തേഴ്സ്റ്റണിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഞാനൊരു സായാഹ്നം ചിലവഴിച്ചു. മാന്ത്രികരുടെ അംഗീകൃത ഡീനായിരുന്നു തേഴ്സ്റ്റൺ. അദ്ദേഹം 40 വർഷക്കാലം ലോകമെമ്പാടും വീണ്ടും വീണ്ടും സഞ്ചരിച്ചു, മിഥ്യാധാരണകൾ സൃഷ്ടിച്ചു, പ്രേക്ഷകരെ അമ്പരപ്പിച്ചു, ആളുകളെ ത്രസിപ്പിച്ചു. 60 ദശലക്ഷത്തിലധികം ആളുകൾ അദ്ദേഹത്തിന്റെ ഷോയിലേക്ക് പ്രവേശനം നേടി. കൂടാതെ അദ്ദേഹം ഏകദേശം $2 മില്യൺ ലാഭം നേടി. മിസ്റ്റർ തേഴ്സ്റ്റണിന്റെ വിജയരഹസ്യം എന്താണെന്ന് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് തീർച്ചയായും ഇതുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ഒരു കൊച്ചുകുട്ടിയായിരിക്കെ വീട്ടിൽ നിന്ന് ഓടിപ്പോയിരുന്നു. ഒരു ഹോബോ ആയി പെട്ടിക്കാറുകളിൽ കയറി, വൈക്കോൽ കൂനകളിൽ ഉറങ്ങി, വീട് തോറും ഭക്ഷണം യാചിച്ചു. പെട്ടികളിലെ എഴുത്തും റെയിൽപാതകളിലെ അടയാളങ്ങളും നോക്കി വായിക്കാൻ പഠിച്ചു. അദ്ദേഹത്തിന് മാന്ത്രിക വിദ്യയെക്കുറിച്ച് ഉയർന്ന അറിവുണ്ടായിരുന്നോ? ഇല്ല. ലെജർ ഡേമനെക്കുറിച്ച് 100 കണക്കിന് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെന്നും അനേകം ആളുകൾക്ക് അതിനെക്കുറിച്ച് തനിക്കറിയാവുന്നത്ര അറിയാമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നാൽ മറ്റുള്ളവർക്കില്ലാത്ത 2 കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്നാമതായി, തന്റെ വ്യക്തിത്വത്തെ സ്റ്റേജിൽ സ്ഥാപിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാസ്റ്റർ ഷോമാനായിരുന്നു. അദ്ദേഹത്തിന് മനുഷ്യ സ്വഭാവം കൃത്യമായി അറിയാമായിരുന്നു. അദ്ദേഹം ചെയ്തതെല്ലാം, ഓരോ ആംഗ്യവും, ശബ്ദത്തിന്റെ ഓരോ സ്വരവും, ഓരോ പുരികമുയർത്തലും ശ്രദ്ധാപൂർവം മുൻകൂട്ടി പരിശീലിച്ചിരുന്നു. ഇവയെല്ലാം മികച്ച കൃത്യതയിലുമായിരുന്നു. പക്ഷെ അതിനു പുറമെ തേഴ്സ്റ്റണിന് ആളുകളിൽ യഥാർത്ഥ താൽപ്പര്യമുണ്ടായിരുന്നു. പല മാന്ത്രികന്മാരും പ്രേക്ഷകരെ നോക്കി, ശരി, അവിടെ ഒരു കൂട്ടം സക്കറുകളുണ്ട്, കുറേ തെമ്മാടികൾ, ഞാൻ അവരെയെല്ലാം കബളിപ്പിക്കുമെന്ന് സ്വയം പറയുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നാൽ തേഴ്സ്റ്റണിന്റെ രീതി ശരിക്കും വ്യത്യസ്തമായിരുന്നു. സ്റ്റേജിൽ കയറുമ്പോഴെല്ലാം, ഈ ആളുകൾ എന്നെ കാണാൻ വന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. അവൻ എനിക്ക് വളരെ സ്വീകാര്യമായ രീതിയിൽ ഉപജീവനം സാധ്യമാക്കുന്നു. ഞാൻ അവർക്ക് ഏറ്റവും മികച്ചത് നൽകാൻ പോകുന്നു എന്ന് സ്വയം പറയുമായിരുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്റെ പ്രേക്ഷകരെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ പ്രേക്ഷകരെ സ്നേഹിക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും സ്വയം പറയാതെ താൻ ഒരിക്കലും സ്റ്റേജിൽ കാലുകുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അസംബന്ധമെന്നോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തും ചിന്തിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ എക്കാലത്തെയും പ്രശസ്തനായ മാന്ത്രികന്മാരിൽ ഒരാൾ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന നിലയിൽ ഞാനിത് കമന്റില്ലാതെ നിങ്ങൾക്ക് കൈമാറുകയാണ്. പെൻസിൽവാനിയയിലെ നോർത്ത് വാരനിലെ ജോർജ് ഡൈക്ക് 30 വർഷത്തിന് ശേഷം തന്റെ സ്റ്റേഷന്റെ സ്ഥലത്ത് ഒരു പുതിയ ഹൈവേ നിർമ്മിച്ചപ്പോൾ തന്റെ സർവീസ് സ്റ്റേഷൻ ബിസിനസ്സിൽ നിന്ന് വിരമിക്കാൻ നിർബന്ധിതനായി. വിരമിക്കൽ തുടങ്ങിയിട്ട് അധിക നാളായില്ല എങ്കിലും നിഷ്ക്രിയ ദിവസങ്ങൾ അദ്ദേഹത്തെ ബോറടിപ്പിക്കാൻ തുടങ്ങി. അതിനാൽ തന്റെ പഴയ ഫിഡലിൽ സംഗീതം വായിക്കാൻ ശ്രമിച്ച് സമയം ചിലവഴിക്കാൻ തുടങ്ങി. താമസിയാതെ അദ്ദേഹം സംഗീതം കേൾക്കാനും പ്രഗത്ഭരായ അനേകം ഫിഡ്ലർമാരുമായി സംസാരിക്കുവാനും ആ പ്രദേശത്തുകൂടി സഞ്ചരിക്കുവാനും ആരംഭിച്ചു. എളിമയും സൗഹൃദപരവുമായ രീതിയിൽ താൻ കണ്ടുമുട്ടിയ ഓരോ സംഗീതജ്ഞന്റെയും പശ്ചാത്തലവും താൽപ്പര്യങ്ങളും പഠിക്കുന്നതിൽ അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിച്ചു. അദ്ദേഹം സ്വയം ഒരു മികച്ച ഫിഡ്ലർ ആയിരുന്നില്ല എങ്കിലും ഈ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കളെ ലഭിച്ചു. അദ്ദേഹം മത്സരങ്ങളിൽ പങ്കെടുക്കുകയും താമസിയാതെ അദ്ദേഹത്തെ അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്തുള്ള കൺട്രി സംഗീതാരാധകർ അങ്കിൾ ജോർജ് ഫിഡിൽ സ്ക്രാപ്പർ ഫ്രം കിൻസ്വ കൗണ്ടി എന്ന് വിളിക്കുകയും ചെയ്തു. ജോർജ് അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സായിരുന്നു. ജീവിതത്തിന്റെ ഓരോ മിനിറ്റും ആസ്വദിച്ചിരുന്നു. മറ്റാളുകളിൽ സുസ്ഥിരമായ താൽപ്പര്യമുള്ളതിനാൽ
മിക്ക ആളുകളും അവരുടെ ഉൽപാദനക്ഷമമായ വർഷങ്ങൾ അവസാനിച്ചതായി കണക്കാക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം തനിക്കായി ഒരു പുതിയ ജീവിതം സൃഷ്ടിച്ചു. അതും തിയോഡർ റൂസ്വെൽറ്റിന്റെ വിസ്മയിപ്പിക്കുന്ന ജനപ്രീതിയുടെ രഹസ്യങ്ങളിലൊന്നായിരുന്നു. ദാസന്മാർ പോലും അദ്ദേഹത്തെ സ്നേഹിച്ചു. അദ്ദേഹത്തിന്റെ വാലറ്റായ ജെയിംസ് ഇ ആമോസ് അദ്ദേഹത്തെക്കുറിച്ച് തിയോഡർ റൂസ്വെൽറ്റ് ഹീറോ ടു ഹിസ് വാലറ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. അതിലെ ഒരു സംഭവ കഥയിതാ. എന്റെ ഭാര്യ ഒരിക്കൽ പ്രസിഡന്റിനോട് ഒരു ബോബ് വൈറ്റിനെ കുറിച്ച് ചോദിച്ചു. അവൾ ഒരിക്കലും അത് കണ്ടിട്ടില്ലായിരുന്നു. അദ്ദേഹം അത് അവളോട് പൂർണ്ണമായി വിവരിച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോട്ടേജിലെ ഫോൺ റിങ് ചെയ്തു. ഓസ്റ്റബേയിലെ റൂസ്വെൽറ്റ് എസ്റ്റേറ്റിലെ ഒരു ചെറിയ കോട്ടേജിലാണ് ആമോസും ഭാര്യയും താമസിച്ചിരുന്നത്. എന്റെ ഭാര്യ ഫോൺ എടുത്തു. അത് മിസ്റ്റർ റൂസ്വെൽറ്റ് തന്നെയായിരുന്നു. അവളുടെ ജനലിന് പുറത്ത് ഒരു ബോബ് വൈറ്റ് ഉണ്ടെന്നും അവൾ പുറത്തേക്ക് നോക്കിയാൽ അത് കാണാമെന്നും അവളോട് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത്. അത്തരം ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സവിശേഷതയായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ കോട്ടേജിലൂടെ പോകുമ്പോഴെല്ലാം ഞങ്ങൾ കാണുന്നില്ല എങ്കിൽ അദ്ദേഹം വിളിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. ഓ ആനി, അല്ലെങ്കിൽ ഓ ജെയിംസ്. അതയാൾ കടന്നു പോകുന്നതിന്റെ സൗഹൃദാഭിവാദ്യം മാത്രമായിരുന്നു. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ജീവനക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എങ്ങനെ കഴിയും? ആർക്കെങ്കിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുമോ? പ്രസിഡന്റും മിസസ് സ്റ്റാഫ്റ്റും ഇല്ലാത്തൊരു ദിവസം റൂസ്വെൽറ്റിനെ വൈറ്റ് ഹൌസിൽ വിളിച്ച പഴയ വൈറ്റ് ഹൌസിലെ എല്ലാ ജീവനക്കാരെയും സ്കലറി വേലക്കാരികളെപ്പോലും പേര് ചൊല്ലി അഭിവാദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ഇഷ്ടം പ്രകടമാക്കി. അദ്ദേഹം അടുക്കള ജോലിക്കാരിയായ ആലീസിനെ കണ്ടപ്പോൾ ഇപ്പോഴും ആ പഴയ കോൺബ്രെഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വല്ലപ്പോഴും മറ്റു ജോലിക്കാർക്കായി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, മുകളിലുള്ള ആരും കഴിക്കാറില്ല എന്ന് മറുപടി നൽകി. അവർ മോശം അഭിരുചി കാണിക്കുന്നു. ഞാൻ പ്രസിഡന്റിനെ കാണുമ്പോൾ അദ്ദേഹത്തോട് പറയാം, റൂസ്വെൽറ്റ് ആലീസിനോട് പറഞ്ഞു. ആലീസ് ഒരു പ്ലേറ്റിൽ ഒരു കഷ്ണം അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അദ്ദേഹം അത് കഴിച്ച് ഓഫീസിലേക്ക് പോയി. കടന്നു പോകുമ്പോൾ തോട്ടക്കാരെയും തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്തു. അദ്ദേഹം ഓരോ വ്യക്തിയെയും മുൻകാലങ്ങളിൽ അഭിസംബോധന ചെയ്തതുപോലെ തന്നെ അഭിസംബോധന ചെയ്തു. 40 വർഷമായി വൈറ്റ് ഹൌസിൽ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു E.K. ഹൂവർ. അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു, ഏകദേശം 2 വർഷത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരേയൊരു സന്തോഷകരമായ ദിവസമാണിത്. ഞങ്ങളിൽ ആരും അത് $100 ബില്ലിന് വേണ്ടി മാറ്റില്ല. അപ്രധാനമെന്ന് തോന്നുന്ന ആളുകളോടുള്ള ഇതേ പരിഗണന ന്യൂജേഴ്സിയിൽ നിന്നുള്ള സെയിൽസ് പ്രതിനിധി എഡ്വേർഡ് എം സൈക്സ് ജൂനിയറിനെ ഒരു അക്കൗണ്ട് നിലനിർത്താൻ സഹായിച്ചു. പല വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു, ഞാൻ മസാച്യുസെറ്റ്സ് ഏരിയയിലെ ജോൺസൺ ആൻഡ് ജോൺസന് വേണ്ടി ഉപഭോക്താക്കളെ വിളിക്കുകയായിരുന്നു. ഒരു അക്കൗണ്ട് ഹിങ്ഹാമിലെ ഒരു മരുന്ന് കടയായിരുന്നു. ഞാൻ ഈ സ്റ്റോറിൽ പോകുമ്പോഴെല്ലാം ഉടമയോട് സംസാരിച്ചു. ഓർഡർ എടുക്കുന്നതിന് മുമ്പ് ക്ലർക്കിനോടും സെയിൽസ് ക്ലർക്കിനോടും കുറച്ച് മിനിറ്റുകൾ സംസാരിക്കും. ഒരു ദിവസം ഞാൻ സ്റ്റോറിന്റെ ഉടമയുടെ അടുത്തേക്ക് ചെന്നു. അയാൾ എന്നോട് പറഞ്ഞു, J&J തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭക്ഷണത്തിലും ഡിസ്കൗണ്ട് സ്റ്റോറുകളിലും കേന്ദ്രീകരിക്കുകയാണെന്ന്. അയാൾക്ക് തോന്നി ഇത് ചെറിയ മരുന്ന് കടയുടെ ദോഷമാണെന്നും അതുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താൽപ്പര്യമില്ല എന്നും പറഞ്ഞു. ഞാൻ വാലും ചുരുട്ടി അവിടെ നിന്നിറങ്ങി. മണിക്കൂറുകളോളം നഗരത്തിൽ ചുറ്റി നടന്നു. ഒടുവിൽ തിരികെ പോയി കടയുടെ ഉടമയോട് ഞങ്ങളുടെ നിലപാട് വിശദീകരിക്കാൻ ശ്രമിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ചു വന്നപ്പോൾ പതിവ് പോലെ സോഡ ഒഴിക്കുന്ന ക്ലർക്കിനോടും സെയിൽസ് ക്ലർക്കിനോടും ഹലോ പറഞ്ഞു. ഞാൻ അകത്തേക്ക് നടന്നു. ഞാൻ ഉടമയുടെ അടുത്തേക്ക് നടന്നപ്പോൾ അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്നെ തിരികെ സ്വാഗതം ചെയ്തു. അയാൾ പതിവിൽ നിന്ന് ഇരട്ടി ഓർഡർ നൽകി. ഞാൻ ആശ്ചര്യത്തോടെ നോക്കി. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് അയാളോട് ചോദിച്ചു. സോഡ ഫൗണ്ടനിലെ യുവാവിനെ ചൂണ്ടി അയാൾ പറഞ്ഞു. ഞാൻ പോയതിനു ശേഷം ആ കുട്ടി വന്ന് അവനോടും കടയിലെ മറ്റുള്ളവരോടും ഹലോ പറയുന്ന കുറച്ച് വിൽപ്പനക്കാരിൽ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു. പറയാൻ പോലും വിഷമിച്ച കടയിൽ വിളിച്ച അയാൾ ഉടമയോട് പറഞ്ഞു, ഏതെങ്കിലും വിൽപ്പനക്കാരൻ നമ്മുടെ ബിസിനസ്സിന് അർഹനാണെങ്കിൽ അത് ഞാനാണെന്ന് ഉടമ സമ്മതിച്ചു. വിശ്വസ്തനായ ഉപഭോക്താവായി തുടർന്നു. ഞാനതൊരിക്കലും മറക്കില്ല. മറ്റാളുകളിൽ ആത്മാർത്ഥമായി താൽപ്പര്യം പുലർത്തുക എന്നത് ഒരു വിൽപ്പനക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. ആളുകളോട് ആത്മാർത്ഥമായി താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതിലൂടെ ഒരാളുടെ ശ്രദ്ധയും സമയവും സഹകരണവും നേടാൻ ഒരാൾക്ക് കഴിയുമെന്ന് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തി. ഞാൻ ഉദാഹരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ്
ഞാൻ ബ്രൂക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഫിക്ഷൻ റൈറ്റിംഗ് കോഴ്സ് നടത്തി. കാത്ലൻ നോറിസ്, ഫാനി ഫേർട്സ്, ഐഡ ടാർബെൽ, ആൽബർട്ട് പേഴ്സൺ, ഹെർട്ടൂൻ, റൂപ്പർട്ട് ഹ്യൂസ് തുടങ്ങിയ വിശിഷ്ടരും തിരക്കുള്ളവരുമായ രചയിതാക്കൾ വന്ന് ഞങ്ങളോട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനാൽ ഞങ്ങൾ അവരുടെ ജോലിയെ അഭിനന്ദിക്കുന്നുവെന്നും അവരുടെ ഉപദേശം നേടുന്നതിലും അവരുടെ വിജയത്തിന്റെ രഹസ്യങ്ങൾ പഠിക്കുന്നതിലും ആഴമായ താൽപ്പര്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കത്തെഴുതി. ഈ കത്തിൽ ഓരോന്നിലും 150ഓളം വിദ്യാർത്ഥികൾ ഒപ്പിട്ടിരുന്നു. ഈ രചയിതാക്കൾക്കൊരു പ്രഭാഷണം തയ്യാറാക്കാൻ സമയം കാണില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതിനാൽ തങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും അവർക്കുത്തരം നൽകാനുള്ള ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. അവർക്കത് ഇഷ്ടപ്പെട്ടു. ആർക്കാണിത് ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ അവർ ഞങ്ങളെ സഹായിക്കാൻ ബ്രൂക്ലിനിലേക്ക് യാത്രയായി. ഇതേ രീതി ഉപയോഗിച്ചുകൊണ്ട് തിയോഡർ റൂസ്വെൽറ്റിന്റെ ക്യാബിനറ്റിലെ ട്രഷറി സെക്രട്ടറി ലെസ്ലി എം ടോഷോ, ടാഫ്റ്റിന്റെ ക്യാബിനറ്റിലെ അറ്റോർണി ജനറൽ ജോർജ് ഡബ്ല്യു വിക്കർഷാം വില്യം, ജെന്നിങ്സ് ബ്രയാൻ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് തുടങ്ങി മറ്റ് പല പ്രമുഖരെയും എന്റെ കോഴ്സുകളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനായി വരുത്തുവാൻ കഴിഞ്ഞു.